എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും അടുത്ത ആഴ്ചയുടെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് ഗോമതി പതിവിലും വിപരീതമായിട്ട് കടയിലേക്ക് ചെല്ലുവാണ്. അപ്പൊ ഗോമതി അങ്ങനെ കടയിലേക്ക് പോകാറൊന്നുമില്ല. ഇപ്പൊ ശ്രീദേവി കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം എന്നും തന്നെ ചോറും കൊണ്ടൊക്കെ പോവാറുണ്ട്. പക്ഷേ എങ്കില് ഗോമതി അങ്ങനെ പോകാറൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ഗോമതി കടയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ രാമേട്ടനും ആകാശമാണ് കടയിൽ ആ സമയത്തുണ്ടായിരുന്നേ. ഗോമതി കണ്ടെന്ന് ചോദിച്ചു, അല്ല ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ്. പതിവിലും വിപരീതമായി കടയിലേക്കൊക്കെ. ഒന്നുമില്ല, ഒത്തിരി കാലങ്ങളല്ലേ വന്നിട്ട്, അപ്പൊ വെറുതെ ഒന്ന് വന്നാന്ന് പറയണ. അപ്പോഴേക്ക് ധർമ്മം വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വരാറൊന്നുള്ള അല്ലല്ലോ എന്ന് പറയണ. എന്താടാ, എനിക്ക് എന്റെ കടയിലേക്ക് വന്നുകൂടെന്ന് ചോദിക്കോ. വരുന്നതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. ദേ അളയനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെ പിന്നെ അത് മതി എന്ന് പറയണം. എന്തിന്? ബാലൻ എന്തിനാ ദേഷ്യപ്പെടുന്ന എന്നോട്? ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ഇനിയിപ്പൊ ചേച്ചി കടയിലേക്ക് വന്ന അളയന് ഇഷ്ടപ്പെടുവോ? അല്ലെങ്കിൽ തന്നെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടേ തരുന്നല്ലേ, എന്തേലും വാങ്ങാനുണ്ടോ? ഫോൺ വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു ചേച്ചിന്ന് ചോദിക്കാം. അതിനെ ഫോൺ വിളിച്ച് കരഞ്ഞേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ആരുടെ പെർമിഷന്റെ ആവശ്യമില്ലെന്ന് പറയണം. അങ്ങനെ അവരവിടെ സംസാരിക്കുകയാണ്. ഈ സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നേ. ബാലൻ വന്നിട്ട് ചോദിച്ചു, എന്താ ഗോമതി, നീ എന്താ കടയിലേക്ക് വന്നേന്ന് ചോദിക്കാം. എന്താ, എനിക്ക് കടയിലേക്ക് വന്നുകൂടെ? അതോ ഇനിയിപ്പം ശ്രീദേവിക്ക് മാത്രം കടയിലേക്ക് വരാൻ പാടുള്ളൂ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ ബാലനെ ചെറുതായിട്ടൊന്ന് കൊണ്ടു. ബാലൻ പറഞ്ഞു, അതിന് പിന്നെ ശ്രീദേവി വരുന്നേ, എനിക്ക് ഇവർക്ക് എല്ലാവർക്കും കൂടെ ഫുഡായിട്ടല്ലേ ഉച്ചയ്ക്ക് വരുന്നേ. അങ്ങനെയാണോ നീ വരുന്നേ? ഓഹോ, ഫുഡായിട്ട് വന്നാൽ മാത്രമേ കടയിലേക്ക് വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കടയിലേക്ക് വരാൻ പാടില്ലല്ലേ എന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ ഗോമതി അങ്ങനെയൊന്നുമില്ല. മനസ്സിലായി ബാലേട്ടാ, മനസ്സിലായി. ഞാനെന്നും അടുക്കളയിൽ തന്നെ ഇരുന്നോണല്ലേന്ന് ചോദിക്കാം. അല്ല, നീയല്ലേ പറഞ്ഞത് നീ അടുക്കള ജോലിയെല്ലാം ചെയ്യുന്നു, ഞാൻ കടയിലെ ജോലികളെല്ലാം ചെയ്യുന്നതെന്നും. അല്ല, ഇപ്പൊ ഞാൻ കടയിൽ വന്ന് ബാലേട്ടനോട് സഹായിച്ചാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? അതിന് നീ നേരത്തെ പറയായിരുന്നല്ലോ എനിക്ക് വീട്ടുജോലി തീർന്നിട്ട് സമയമില്ല, ഒന്നിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും സമയമില്ലെന്ന്. അത് മുമ്പ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. മരുമക്കളൊക്കെ വന്നതിന് ശേഷം എനിക്ക് അടുക്കള കയറി അധികം ജോലി ചെയ്യേണ്ട വരുന്നില്ലല്ലോ എന്ന് പറയാം. അങ്ങനെ വരട്ടെ കാര്യങ്ങള് എന്നൊക്കെ ബാലൻ പറയണം. ബാലൻ പറഞ്ഞു, അത്രയ്ക്ക് നിനക്ക് ഇതാണ് ഒരു കാര്യം ചെയ്യാ, നീ കടയിലൂടെ നിന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വരുന്നവർക്ക് എടുത്തുകൂടെ കൊടുത്തോളം പറയണം. അപ്പോഴേക്കും ഒരു ചേച്ചി സാധനം വാങ്ങിക്കാൻ വന്നു. സാധനം വാങ്ങാൻ വന്ന് അരിയൊക്കെ എടുത്തു കൊടുക്കാൻ പറയണം. അങ്ങനെ ഗോമതിയോട് ബാലൻ പറഞ്ഞു എടുത്തു കൊടുക്കാൻ പറയണം. ഗോമതി അരി എടുത്തു കൊടുത്തു, കുറച്ച് പരിപ്പൊക്കെ എടുത്തു കൊടുക്കുകയാണ്. പിന്നീട് വില ചോദിച്ചു കഴിഞ്ഞപ്പോ ബാലൻ എത്ര രൂപയെന്ന് പറഞ്ഞു. ഗോമതി ഇങ്ങനെ അന്തം വിട്ട് പോണ്. ഇത്ര രൂപയായോ അരിക്കും പരിപ്പിനും ഒക്കെ? ഇതൊരിക്കലും പ്രതീക്ഷയില്ല എന്നൊക്കെ പറയണം. ആ ചേച്ചിയോട് ഗോമതി ചോദിച്ചു, അല്ലേ ചേച്ചി, ഇത്രയും വിലക്ക് ഇങ്ങനെയൊക്കെ മേടിച്ചാൽ എങ്ങനെ മുതലാവും എന്ന് ചോദിക്കണം. അങ്ങനെ അവര് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, നല്ലയാളാ, കടയിൽ വരുന്ന ആൾക്കാരുടെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വല്ല കച്ചവടം നടക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, എന്നാലും സാധാരണക്കാരുടെ ഒരു അവസ്ഥ ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയത് എന്റെ ബാലേട്ടാ എന്ന് പറയണം. ധർമ്മം പറഞ്ഞു, അതിന് ഇത്ര ആശ്ചര്യത്തിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ബാലൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എന്തേ രാമേണ്ണനും ധർമ്മനും കൂടെ പോയി ചായ കുടിച്ചിട്ട് വാ. പിന്നീട് പറഞ്ഞു, വരുമ്പം ഈ ആകാശിന് വേണ്ടി എന്തെങ്കിലും ചായ എന്തെങ്കിലും കടി എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പിന്നീട് ആകാശിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, നാളെ ഇറക്കാനുള്ള ലോണിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയണം, അപ്പുറത്ത് ഗോഡൌണിൽ പോയി നോക്കാൻ പറയണം. അങ്ങനെ അങ്ങ് പറഞ്ഞു വിടുവാണ്. അങ്ങനെ ആകാശം അങ്ങോട്ട് മറ്റൊരങ്ങോട്ട് പോയെങ്കിലും ചെയ്തപ്പോഴത്തേനും ആകെപ്പാടെ സങ്കടമായി പോയി ഗോമതിക്ക്. ഗോമതി പറഞ്ഞു, എന്ത് പരിപാടിയാണ് ബാലേട്ട കാണിക്കുന്നേ, അവനും കൂടെ പോയി ചായ കുടിച്ചാൽ എന്തായിരുന്നു കുഴപ്പം? ബാലേട്ടൻ അവനെന്താ പറഞ്ഞു വിടാത്തേന്ന് ചോദിക്കും. അവൻ ലിസ്റ്റ് എടുത്തോട്ടെ, എല്ലാരും കൂടെ പോകേണ്ട കാര്യമില്ലോ, രണ്ടുപേരുമായിട്ട് വരുമ്പോ എങ്ങ് വാങ്ങിച്ചോണ്ട് വന്നാൽ പോരാന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, എന്നാലും ബാലേട്ടാ, മക്കളെല്ലാരും ഒരേപോലെ കാണാൻ പഠിക്കണം, അല്ലെങ്കിൽ ഈയിടെ ശ്രദ്ധിക്കുന്നുണ്ട് ആരിനോടും ആകാശിനോടും ബാലേട്ടൻ ഒരു വേർതിരിവ് പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം. ആ സമയം ആകാശ് മുറിയിലേക്ക് പോയിട്ട് അങ്ങോട്ട് വരുമ്പോഴാണ് ഈ സംസാരം കേൾക്കുന്നത്. ആകാശ് പിന്നെ അങ്ങോട്ടേക്ക് വരാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ആ സമയം ബാലൻ പറഞ്ഞു, എനിക്ക് തെരച്ചു വ്യത്യാസം നിന്നോട് ആരാ പറഞ്ഞേ? വേണ്ട വേണ്ട, ബാലേട്ടൻ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ എന്താ പൊട്ടിയാണോ എന്ന് ചോദിക്കുകയാണ്. ആനന്ദിനോട് കൂടുതൽ ഇത് കാണിച്ചിട്ട് ഈ പറഞ്ഞ ആരിനോടും ആകാശിനോടും ഒരു അകൽച്ച പോലെ. അല്ല, ഹണിമൂൺ ട്രിപ്പ് വിടാനായിട്ട് ആനന്ദിനോട് പറഞ്ഞു, പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞു. പക്ഷെ ആരിനെയും ആകാശിനെ ആണെങ്കിലും അതൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, മക്കളെല്ലാവരും ഒരേപോലെ കാണാനായിട്ടൊക്കെ പഠിക്കണമെന്ന് പറയണം. പിന്നെ എനിക്ക് എല്ലാവരും ഒരേപോലെയാ, അതൊക്കെ നിന്റെ തോന്നല് മാത്രം എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗോമതി പറഞ്ഞു, അതിപ്പോ ബാലേട്ടൻ പറയുന്നതല്ലേ, പക്ഷെ എങ്കിൽ പ്രവൃത്തിയിൽ ബാലേട്ടൻ അങ്ങനെയില്ല, ഞാൻ പറയാനുള്ള പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതിയോട് ദേഷ്യപ്പെട്ട് പിന്നീട് അങ്ങോട്ട് പോവാണ്. അതിനുശേഷം ആരിനും ആകാശോടെ വൈകുന്നേരം സംസാരിക്കുന്ന സമയത്ത് ആകാശ് ആരിനോട് ആ കാര്യങ്ങളൊക്കെ പറയണം. ഇന്ന് അമ്മ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു, പിന്നീട് നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ കാര്യമൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു, ശരിക്കും അച്ഛൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ എങ്കിൽ എന്തോ അതിങ്ങനെ പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാന്നാ ഈ പറഞ്ഞ ആനന്ദേട്ടൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയുന്നത് എന്തോ അതേപടി അനുസരിച്ചിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ മുഖത്ത് നോക്കി പറയും. പിന്നെ ഇപ്പം ആകാശേണ്ട കാര്യം ആകാശേട്ടനാണെങ്കിൽ അന്ന് ആ ഒരു
ട്രെയിനിങ്ങിന് പോയതോട് കൂടിയിട്ടാണ് ആകാശേട്ടനോട് അച്ഛന് ദേഷ്യമായെന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയുന്നതെല്ലാം അനുസരിച്ച് എപ്പോഴും എനിക്ക് ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇല്ലേ. ഇത്രയും കാലം അച്ഛൻ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ കേട്ടോണ്ടിരുന്നു. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞു, എനിക്കൊരു ഭാര്യയുണ്ട്, അങ്ങനെയുണ്ട്. അവളുടെ മുന്നിൽ എനിക്കൊരു വിലയും കാര്യങ്ങളൊക്കെ വേണ്ടേ. അല്ലെങ്കിൽ തന്നെ അച്ഛൻ പറയുന്ന അണുവിടെ വ്യതിചലിക്കാതെ ഞാൻ കേട്ടോണ്ടിരിക്കുന്ന ആളാ എന്നൊക്കെ ആകാശം തന്റെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മിത്ര ഒരു കാര്യം തീരുമാനിച്ചു, ട്യൂഷൻ എടുക്കാനായിട്ട്. അപ്പൊ വീട്ടിലാരും അറിയാൻ പാടില്ല. അപ്പൊ മീനാക്ഷിയോട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ട്യൂഷൻ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ. പിന്നീട് മീനാക്ഷിയോട് ഒരു കാര്യം ചെയ്യാം, എന്നാ പോയടുത്ത് തന്നെ പോവാം. അപ്പൊ ശനി ഞായറുമാണ്, എന്തേലും ഒരു കാരണം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാലോ. എന്തെങ്കിലും കാരണം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങാനായിട്ട് തുടങ്ങണം. അങ്ങനെ വന്നപ്പോഴത്തേനും ഗോമതി ഹാളിലുണ്ടായിരുന്നു. ഗോമതി ചോദിച്ചു എങ്ങോട്ടാ രണ്ടുപേരും ചോദിക്കണം. പെട്ടെന്ന് മിത്രയ്ക്ക് ഉത്തരം കിട്ടി. മീനാക്ഷി ആ സെക്കൻഡിൽ തന്നെ പറഞ്ഞു, അത് പിന്നെ ഇവൾക്കും ഗവൺമെന്റ് ജോലി വേണമെന്നോ. ഗവൺമെന്റ് ജോലി വേണമെന്നോ? അതേമേ, അതിന് പഠിക്കണം, നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയാൽ മാത്രമേ ഗവൺമെന്റ് ജോലി കിട്ടുള്ളൂ. അപ്പൊ ഒരു കോച്ചിങ് സെന്ററിൽ ഇവൾക്ക് ചേരണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോച്ചിങ് സെന്ററിൽ ചേർക്കുവാണെങ്കിൽ ശനി ഞായറൊക്കെ ക്ലാസ് കാണും, സ്പെഷ്യൽ ക്ലാസ് പോലെ ക്ലാസ് കാണും. അങ്ങനെ പോവുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ അവൾക്ക് ജോലി കിട്ടാനായിട്ട് എക്സാം ഒക്കെ എഴുതുന്ന എളുപ്പമുണ്ടല്ലോ എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ഗോമതി ഞാൻ അങ്ങനെയാണ് നല്ല കാര്യമുള്ളൂ എന്ന് പറയണം. കൃത്യം ആ സമയത്ത് തന്നെ ശ്രീദേവിയുടെ വരവ്. ശ്രീദേവി എന്നിട്ട് ചോദിച്ചു, അല്ല എങ്ങോട്ടാ രണ്ടുപേരും കൂടെ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അതെ ഞങ്ങൾ പുറത്ത് വരെ ഒന്ന് പോവാന്ന് പറയണം. പുറത്തോ? എങ്ങോട്ട്? ശ്രീദേവിയുടെ ചോദ്യമല്ല, കുത്തി കുത്തി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. എവിടെയായാലും എന്തെങ്കിലും ലൂപ്പ് കോൾ ഉണ്ടോ എന്ന് അന്വേഷിക്കും. എന്നിട്ട് അത് വെച്ച് പാര പണിയാനായിട്ട് ഇരിക്കുകയും ചെയ്യും. അത് മീനാക്ഷിക്കും ഇത്രയ്ക്കും നന്നായിട്ടറിയാം. അതുകൊണ്ട് അവര് ഓരോ സെക്കൻഡും കൃത്യമായിട്ടാണ് ഉത്തരങ്ങൾ കൊടുക്കുന്നത്. എവിടെയായാലും എന്തേലും ഒരു വീണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതേ പിടിച്ച് തൂങ്ങും നന്നായിട്ടറിയാം. പിന്നീട് മിത്ര പറഞ്ഞു, അതെ എനിക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതിനൊരു കോച്ചിങ് സെന്ററിൽ ചേർക്കാനായിട്ട് പോകാന്ന് പറയണം. അല്ല ഏത് കോച്ചിങ് സെന്ററിലാണ് പോകുന്നതെന്ന് ചോദിക്കണം. ഇത് കേട്ടത് മീനാക്ഷി ചോദിച്ചു, അല്ല ശ്രീദേവി അടുത്തേക്ക് എല്ലാ കോച്ചിങ് സെന്ററിനെ കുറിച്ച് അറിയാവുന്ന ചോദിക്കും. എല്ലാം ഒന്നും ഇല്ല. പിന്നെന്താ കുഴപ്പം? അന്നെങ്കിൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം, വാ മിത്ര എന്ന് പറഞ്ഞ് മിത്രയുടെ കൈ പിടിച്ച് മീനാക്ഷി അങ്ങോട്ട് പോവാണ്. ശ്രീദേവിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ, ഈ പോക്ക് അങ്ങോട്ടേക്ക് തന്നെയാണോ അതോ ഇനി രണ്ടുപേരും എന്തെങ്കിലും ഉടായ്പ വെച്ച് പോകുന്നതാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അവര് നേരെ ട്യൂഷൻ എടുക്കുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ മീനാക്ഷിയുടെ ഓഫീസ് ജോലി ചെയ്യുന്നൊരു ചേച്ചിയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ഇറങ്ങി വന്നു. അപ്പം മുമ്പ് അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ഇവര്. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു, അതെ ശനി ഞായറും ഓക്കെയാണ്, കുട്ടികൾ രണ്ടുപേരും കൂടെ ഉണ്ടെന്ന് പറയണം. എന്നാ ശരി കയറി വരാനൊക്കെ പറയണം. പിന്നീട് അവിടെ പോയിട്ട് മിത്ര അവർക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം മീനാക്ഷി ആ കൂടെ ഇരിക്കുകയും ചെയ്തു. കാരണം കുറച്ച് സമയം ഇനിയിപ്പോൾ പോയിട്ടും കാര്യമില്ല, അതുകൊണ്ട് മിത്രയുടെ കൂടെ അവിടെ കൂട്ടിയിരിക്കുകയും ചെയ്തു ട്യൂഷൻ എടുക്കുന്ന സമയത്തൊക്കെ. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ 1-2 ദിവസം അങ്ങോട്ട് കടന്നു പോവാണ്. ഇതിന്റെ ഇടയ്ക്ക് ആന്യയും മിത്രയും തമ്മിൽ കുറച്ചുകൂടെ അടുപ്പം ഉണ്ടാകുന്നുണ്ട്. ആന്യനോട് എന്തോ ഒരു പ്രത്യേക അടുപ്പവും കാര്യങ്ങളൊക്കെ മിത്രയ്ക്കും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ആരും തിരിച്ച് അങ്ങനെ തന്നെയായിരുന്നു, മുമ്പെങ്ങും ഇല്ലാത്ത. കാരണം ഇത്രയും കാലം അവർക്കിടയിൽ ഒരു പേരും മതിലിന്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. കാരണം അവർ ഒന്നിച്ചാൽ കഴിഞ്ഞിരുന്നെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കില് ഇപ്പോഴങ്ങനെയല്ല, അവർ കൂടുതൽ പരസ്പരം അടുക്കുക ചെയ്യുന്നത്. മിത്രയ്ക്ക് ആരിനെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ മേലാത്തൊരവസ്ഥയെ. പിന്നീട് ആരിനൊരു ദിവസം മിത്രയും കൊണ്ട് പുറത്തു പോകുന്നുണ്ട്. കാരണം മിത്രയും കൊണ്ട് അങ്ങനെ ആരിനെ അധികമൊന്നും പുറത്തു പോയിട്ടില്ല. അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത്, പാർക്കിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ച് ആരിനെ മിത്രയും ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. ആരിന് അപ്രതീക്ഷിത ഒരു കാര്യമായിരുന്നു, ആരിനൊട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. അങ്ങനെ അവർക്ക് ഉള്ളിലുള്ള ആ മതിലങ്ങോട്ട് പൊളിഞ്ഞു പോവാണ്. കാരണം രണ്ടുപേർക്ക് മനസ്സിലായി ഇനി ഒരാൾക്കൊരാളില്ലാതെ ജീവിക്കാൻ പറ്റിരുന്ന. ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ല. കാര്യം പറഞ്ഞാൽ അടിയോടുകൂടിയാണ് ഒന്നിച്ചെങ്കിലും പിന്നീട് അവരുടെ രണ്ടുപേരുടെ ഉള്ളില് പരസ്പരം നല്ല സ്നേഹമൊക്കെ ഉണ്ടാവുകയാണ്. ഈ സമയത്ത് ആകാശനാണെങ്കിൽ നല്ല സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഭാര്യ വീട്ടിൽ പോയി വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ആകാശിനെ ഫോൺ വിളിക്കും. ആകാശിനെ ഫോൺ വിളിക്കും. ബാലിനടുത്തുണ്ടെങ്കിൽ ആകാശ് അധികം സംസാരിക്കാറൊന്നുമില്ല, കോളോട് എടുക്കാറില്ല. പക്ഷെ അല്ലാത്ത സമയത്ത് നന്നായിട്ട് സംസാരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ മീനാക്ഷിയുടെ അച്ഛനും അമ്മയായിട്ട് ആകാശിന് നല്ലൊരു അടുപ്പമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആകാശ് അവിടെ പോകാനൊക്കെ തുടങ്ങി. അവരോട് പോവുകയും സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു ദിവസം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും മീനാക്ഷി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ അവർ സന്തോഷകരമായിട്ടിരിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ രണ്ടുപേരുമായിട്ട് ശാന്തി പറയുന്നത്, അതെ ഇനി 2 ദിവസം നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കണം, കുറെ കാലം നിങ്ങൾ വരും നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ 2 ദിവസം ഇവിടെ നിൽക്കണം, ഞങ്ങൾക്കും ആഗ്രഹമില്ലേ, കല്യാണം കഴിഞ്ഞ് ഇതിലായിട്ട് നിങ്ങളിവിടെ വന്ന് നിന്നിട്ടില്ലോ എന്നൊക്കെ പറയണം. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന്റെ ഈ പറയുന്ന മീനാക്ഷിയുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ട്. കാരണം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ സമ്മതിക്കോ ഇല്ലയോ ഒന്നും പറയാനായിട്ടൊന്നും പറ്റില്ല.
പിന്നീട് മീനാക്ഷി പറഞ്ഞു ആലോചിക്കട്ടെ, ഞങ്ങൾ അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവരെങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെല്ലുന്നത് അവർക്ക് ഭയങ്കര കാര്യമായിരുന്നു. ആകാശ് എപ്പോഴും ബാലിനോടൊന്നും പറയാറില്ല. നേരത്തെയൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ടാ പോകുന്നത്. ഇപ്പൊ പക്ഷെ അങ്ങനെ പറയാറില്ല. കാരണം ബാലിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആകാശിനെ നന്നായിട്ട് അറിയാം. ഇടയ്ക്കിടയ്ക്ക് പോവും. അങ്ങനെ അവർക്കും സന്തോഷമായിരുന്നു. പിന്നീട് അവരെല്ലാരും കൂടി ചേർന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആകാശിന്റെ ഉള്ളിലാണെങ്കിലും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഇത്രയും കാലം കിട്ടാതിരുന്ന സ്നേഹം, ഒരു അച്ഛന്റെ സ്നേഹവും വാത്സല്യം കിട്ടുന്ന പോലെ ആകാശിന് തോന്നി. കാരണം ബാലിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അത് പുറത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഫ്രീ ആയിട്ട് സംസാരിക്കാം, നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മീനാക്ഷിയുടെ അമ്മയാണെങ്കിലും അതുപോലെ തന്നെ സ്നേഹവും കാര്യങ്ങളായിരുന്നു. ഒരു മരുമകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്നേഹവും ബഹുമാനവും കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആകാശ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മീനാക്ഷി എന്തൊക്കെ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിലും അവിടെ ചെന്ന് അവരുമായിട്ടൊക്കെ ഇത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പ്രശ്നങ്ങളൊക്കെ മാറുന്ന പോലെ ആകാശിന് തോന്നുകയാണ്. പതുക്കെ പതുക്കെ ആകാശ് ആ ഒരു റൂട്ടിൽ അങ്ങോട്ട് പോകാൻ തുടങ്ങി. ഈ പറയുന്ന ബാലിന് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ബാലിന്റെ മനസ്സിൽ അല്ലേ തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, ഇനി എങ്ങനെ ആകാശ് കൈവിട്ട് പോവാ. അതുകൊണ്ടാണ് ആകാശിനെ അങ്ങനെ ഫോൺ വിളിച്ചു കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ബാലൻ കൂടെ ദേഷ്യപ്പെടുന്നത്. ബാലിന് ടെൻഷനാ. ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ടെങ്ങാനും ആ പുറകെ പോവുക അവരെങ്ങാനും, അല്ല അവരുടെ പുറകെനും ആകാശ് പോകുമെന്ന്. അവരെങ്ങാനും വിളിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ കാര്യം പറഞ്ഞ ഒറ്റ മോളല്ലേ, ഒറ്റ മോളാകും പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ ആകാശല്ലേ പോയി നോക്കാനുള്ളൂ. ബാലനാണെങ്കിൽ അതൊട്ട് സമ്മതമല്ലാതാനും. അതൊക്കെയായിരുന്നു ബാലന്റെ ഉള്ളില് പ്രശ്നങ്ങള്. പക്ഷേങ്കില് ഈ സമയത്ത് അലോകിന്റെ കല്യാണം മുടങ്ങുന്നുണ്ട്. കാരണം അന്ന് ആ പെണ്ണുവീട് ചെറുക്കൻ വീട് കാണാൻ വന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൃഷ്ണമംഗലങ്കാരും ദേവമംഗലങ്കാരും തമ്മിൽ. അതിന്റെ പേരിൽ ആ കല്യാണം അങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് മുടങ്ങിയതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. പിന്നീട് ഇതൊന്നും അറിയത്തില്ല ധർമ്മൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നേ. അങ്ങനെ ധർമ്മൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഇതൊന്നും അറിയില്ലാതെയായിരുന്നു ധർമ്മൻ അങ്ങോട്ടേക്ക് കൃത്യസമയത്ത് കയറി ചെല്ലുന്നേ. അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മനോട് പറഞ്ഞു, നിനക്ക് നാണമില്ലാതെ അവിടെ പോയി കിടക്കാനായിട്ട്. ഇവിടുത്തെ ശത്രുക്കളാ, അവര് കാരണം വീണ്ടും എന്റെ മോന്റെ കല്യാണം മുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ദേഷ്യപ്പെടുവാണ്. ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, അതിന് അവിടെ ആരും കല്യാണമൊന്നും മുടക്കില്ലെന്ന് പറയാം. അവരൊറ്റെടുത്ത് കാരണമാ. അന്ന് ആ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാ അവർക്ക് ഈ കല്യാണത്തോട് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞേ. ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ, എന്റെ മോന്റെ കല്യാണം മുടങ്ങിയെന്നൊക്കെ പറയാണ്. ധർമ്മം പറഞ്ഞു, അതിനിപ്പം അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് ചോദിക്കണം. കുറ്റം പറയാ തന്നെ അല്ല ചെയ്യുന്നേ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കൃഷ്ണമംഗലത്തെ അച്യുതൻ ആരാന്ന് കാണിച്ചു കൊടുക്കുന്നുള്ളതൊക്കെ പറയണം. ധർമ്മം പറഞ്ഞു, വെറുതെ എന്തിനായിട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, ദേഷ്യപ്പെട്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കില് അച്യുതന് ദേഷ്യമായിരുന്നു. തറുതല പറഞ്ഞുകൊണ്ട് ധർമ്മന്റെ കർണത്തിനിട്ട് അടിക്കുകയാണ്. ധർമ്മൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ധർമ്മൻ അവിടെ നിന്നും കൂടെ ഇറങ്ങി പോരുവാണ്. ആ സമയം മുത്തശ്ശി വരെ ഞെട്ടിപ്പോയി. ഇത്രയ്ക്കും പ്രതീക്ഷയില്ല. ധർമ്മൻ ആ പടെ വിഷമായി. അങ്ങനെ അടി കൊണ്ട് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഗോമതിയെ വീട്ടിലുണ്ടായിരുന്നേ. ഗോമതി നോക്കിക്കഴിയുമ്പോ ധർമ്മൻ ഇങ്ങനെ വരുന്നുണ്ട്. ധർമ്മന്റെ കവിളത്ത് പാട് കണ്ടു. എന്താടാ എന്തു പറ്റിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറയണേ ഇന്ന പോലെ സംഭവം. ഇതാ കേട്ടപ്പോഴത്തേനും ഗോമതിക്ക് സഹിച്ചില്ല. ഗോമതി പറഞ്ഞു, അന്ന് എന്ന് ചോദിച്ചിട്ട് എന്നെ കാര്യം ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല. എന്റെ ശരിക്കും പറഞ്ഞാല് നീ ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞിരുന്നത് എന്റെ മോനായിട്ട് തന്നെയാ, എന്റെ മൂത്ത മോനായിട്ടാ നിന്നെ കണ്ടിരുന്നേ. നിന്റെ കർണത്ത് തല്ലിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഏതവനാണെങ്കിലും എന്റെ സ്വന്തം ചോരയാണെപ്പോഴും എനിക്ക് സഹിക്കില്ല. ഞാൻ ചോദിക്കുന്നു പറഞ്ഞുകൊണ്ട് ഗോമതി ചാടി ഇറങ്ങുവാണ്. ആ സമയം ധർമ്മം തടഞ്ഞു. വേണ്ട ചേച്ചി, ചോദിക്കാനൊന്നും പോണ്ടെന്ന് പറയണം. ഇതെനിക്ക് ചോദിക്കാതെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങ് ചാടി ഇറങ്ങുക. ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി ഫുൾ വിശേഷം വന്ന് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളേ. ഒരു പക്ഷേ എങ്കിൽ ധർമ്മനായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആരിനാണെങ്കിലും ആകാശാണെങ്കിലും വെറുതെ ഇരിക്കില്ല. കാരണം വെല്ലുവിളിയായിട്ട് ഉറപ്പായിട്ടും ചെല്ലും. കാരണം ധർമ്മനെ അവർക്കെല്ലാം അത്രയ്ക്ക് ഇഷ്ടമാണ്. ജനിച്ചപ്പോൾ മുതൽ അവരെ എടുത്തു വളർത്തിയ ആളാണ് ധർമ്മന്. അപ്പൊ പിന്നെ ആ ഒരു സ്നേഹവും പരിഗണന ഇപ്പോഴും ഉണ്ട്. അപ്പൊ പിന്നെ അവിടെ തല്ലി എന്ന് പറഞ്ഞാൽ അവര് വെറുതെ ഇരിക്കാനായിട്ട് പോകുന്നുണ്ടോ? അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. കല്യാണം മുടങ്ങിയതിന്റെ ദേഷ്യത്തിൽ ഇനിയിപ്പോ എന്തൊക്കെ കാണിച്ചു കൂട്ടും നടത്തില്ല. പോരാത്തിന്റെ ഇതിന്റെ ഇടയ്ക്ക് ശ്രീദേവിയുടെ ഓരോ ഇതും. ശ്രീദേവി ആണെങ്കിൽ എവിടേക്ക് എന്തൊക്കെ പാരപണിയാൻ ഓർത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.